ഓക്കെ കുട്ടികളെ, അപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്കുകളെ കുറിച്ച് പഠിച്ചു. പിന്നെ ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിലും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിളുകൾ എന്തൊക്കെയാണെന്നും സെൻറ്ററിൽ ഒരു ആംഗിളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നും പക്ഷേ ഓൾട്ടർനേറ്റിൽ ഇൻഫിനിറ്റ് ആംഗിളുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫിനിറ്റ് ആയിട്ട് വരുന്ന ഓൾട്ടർനേറ്റ് ആർക്കുകളുടെ അളവുകൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഒന്നല്ലേ വരുന്നുള്ളൂ, ആർക്കിനൊരു സെൻട്രൽ ആംഗിൾ അല്ലേ വരുന്നുള്ളൂ. ആ സെൻട്രൽ ആംഗിളുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു രീതിയിൽ 3 തരത്തിൽ നിങ്ങൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ആ തരത്തിലേക്ക് ഞാൻ ഇതിനെ അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ എത്തിച്ചു തരാം. അപ്പോൾ നോക്കൂ, ആ 2 ആംഗിളുകൾ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി ടീച്ചർ ഇതാ ബോർഡിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. ആ ചിത്രത്തിൽ ഒരു സർക്കിൾ കാണാം. സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്? പറയൂ, O ആണ്. ആ ചിത്രത്തിലെ ആ സർക്കിളിലത്തെ ഒരു ആർക്കാണ് ആർക്ക് APB. ടീച്ചർ വിരൽ കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾ പഠിക്കുമ്പോഴും ഇതേ രീതിയിൽ പഠിക്കാം. ആർക്ക് APB. ഈ ആർക്ക് APBയുടെ എൻഡ് പോയിന്റുകളാണ് എയും ബിയും. ആ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു ലൈന് സെൻറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ആർക്ക് APBയുടെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ AOB. ഈ AOB ഇതിനെ ഞാൻ C ഡിഗ്രി, അതിൻ്റെ അളവ് എനിക്ക് അറിയുന്നില്ല, അതിനെ എന്തെടുത്തു? C ഡിഗ്രി എന്നെടുത്തു. ക്ലിയർ ആയല്ലോ. ഇനി ഇതേ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ എന്താണ് ഓൾട്ടർനേറ്റ് ആർക്ക് AQB. അതിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ AQB. കണ്ടോ? കാരണം എയിൽ നിന്നും ഒരു വര അടുത്തത് പോകുന്നു, ബിയിൽ നിന്നും അടുത്ത വര പോകുന്നു. ഈ 2 വരകൾ കൂട്ടിമുട്ടുന്നത് എവിടെയല്ല? സെൻട്രലല്ല, പകരം എവിടെയാണ്? ഓൾട്ടർനേറ്റ് ആർക്കിലാണ്. ആ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ AQB. സെൻട്രൽ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ AOB. ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ സർക്കിളുകൾ വരച്ചുണ്ടാക്കി ഇത് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നോക്കുക, ഇത് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബന്ധം കുറെ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്കത് പഠിക്കാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിനെ തിയററ്റിക്കലി പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താ നമ്മൾ പഠിക്കാൻ പോണത്? റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APB ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്ക് APB ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ്. അതിനുവേണ്ടി ഞാൻ ഈ റേഡിയസും കൂടെ യോജിപ്പിക്കുന്നു. എന്താണ് ആ റേഡിയസിന്റെ പേര്? OQ. അപ്പൊ നമുക്കറിയാം റേഡിയസുകളൊക്കെ ഈക്വൽ ആണ്. അപ്പോൾ OAയുടെ നീളവും OQവിന്റെ നീളവും OBയുടെ നീളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ നിങ്ങളൊന്ന് നോക്കൂ. ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. വൈ? The side OQ and OA are equal. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കൂ, ഈ ഷെയ്ഡ് ചെയ്യാത്തൊരു ട്രയാങ്കിൾ BOQ, അതും എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണല്ലോ. ഈ ആംഗിൾ ഇപ്പോൾ നോക്കൂ, OQ എന്ന് പറഞ്ഞ ലൈന് വരച്ചപ്പോൾ 2 ആംഗിൾ അഥവാ 2 കോണുകളായിട്ട് മാറി. അതുകൊണ്ട് ഈ ചെറിയ ആംഗിളിനെ ടീച്ചർ X ഡിഗ്രി, അതിൻ്റെ അളവ് X ഡിഗ്രി എന്നും, അതേപോലെ ഇവിടെ കിട്ടുന്ന ഈ ചെറിയ ആംഗിളിനെ Y ഡിഗ്രിയും എന്നെടുക്കുന്നു. അപ്പൊ ആംഗിൾ Q ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി. ഈ Qവും ആംഗിൾ AOBയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കൂ, ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. OAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് X. അപ്പോൾ OQവിന്റെ ഓപ്പോസിറ്റ് ആംഗിളും എത്രയുണ്ടായിരിക്കും?
എക്സ് ഡിഗ്രി ഉണ്ടായിരിക്കും. ഇതേ രീതിയിലാണ് അന്ന് പ്രൂവ് ചെയ്തത്. അതുപോലെ ഇത് y ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ആംഗിളും ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത കാരണം ഈ ചെറിയ ആംഗിളും എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും? y ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ സെൻട്രൽ ആംഗിള് നോക്കൂ, കണ്ടോ ഇവിടെ ഒരു ബാക്കി ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഒരു ബാക്കി ഒരു ആംഗിൾ കിടക്കുന്നില്ലേ? ആ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് പ്ലസ് എക്സ് എത്ര ഡിഗ്രി ആയിരിക്കും? 2x ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് y ഡിഗ്രി, ഇത് y ഡിഗ്രി. അപ്പൊ ഈ ആംഗിളിന്റെ മെഷർമെന്റ് എന്തായിരിക്കും? 180 മൈനസ് 2y ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, ഈ 180 മൈനസ് 2x എന്ന് പറയുന്നത് ആംഗിൾ AOQ അല്ലേ? അത് ആരുടെ സെൻട്രൽ ആംഗിളാ? പറയൂ. ആർക്ക് AQവിന്റെ സെൻട്രൽ ആംഗിളാണ്. അതേപോലെ ആംഗിൾ BOQ ആണ് എത്ര? 180 മൈനസ് 2y. അത് ആരുടെ സെൻട്രൽ ആംഗിളാ? ആർക്ക് BQവിന്റെ സെൻട്രൽ ആംഗിളാണ്. അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പഠിക്കണം കേട്ടോ. കാരണം എന്താ? ഈ ആംഗിൾ തുടങ്ങുന്നത് ബിയിലും ഒടുങ്ങുന്നത് ക്യൂവിലാണ്. അതാണ് കയ്യിന്റെ വിരൽ ഉപയോഗിച്ച് പഠിക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സി ഡിഗ്രിയുടെ അളവ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ. എന്തായിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് കിട്ടുക? 360 അഥവാ 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ മെഷർമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, സി ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി ഡിഗ്രി ഈക്വൽ ടു അഥവാ ആംഗിൾ AOB ഈക്വൽ ടു, അതിന്റെ മെഷർമെന്റ് എത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? സി ഡിഗ്രി ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, 360യിൽ നിന്ന് കുറയ്ക്കണം. ഏതൊക്കെ കുറയ്ക്കണം? ഈ രണ്ട് ആംഗിളുകളെ ആഡ് ചെയ്തിട്ട് കുറയ്ക്കണം. അപ്പൊ നോക്കൂ, ഒരു ആംഗിള് 180 മൈനസ് 2x ഡിഗ്രി പ്ലസ് 180 മൈനസ് 2y ഡിഗ്രി. എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് എഴുതണം, ഇല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഈക്വൽ ടു 360 മൈനസ് ബ്രാക്കറ്റിലുള്ള വർക്ക് ആദ്യം ചെയ്യാം. അപ്പൊ നമുക്ക് തെറ്റില്ല. 180യോട് 180 കൂട്ടിയാൽ നമുക്കറിയാം എത്രയാണ്? 360. ഇനി ഇവിടെ മൈനസ് 2x ഉണ്ട്, അതിനോട് ആഡ് ചെയ്യാൻ ഒന്നുമില്ല, മൈനസ് 2y ഡിഗ്രിയും ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു 360. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് 1 പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ -1, കാരണം 1 × 1 1ആണ്. 1 × 10 1 × 10 10 ആണ്. അപ്പോൾ 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുക. പക്ഷെ നമുക്ക് സൈൻ തെറ്റാതിരിക്കാൻ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? -1 ആണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ 1 × 360 360. 360യുടെ സൈന് പോസിറ്റീവ്. ഓർമ്മ ഉണ്ടാവുക, പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്. ദെൻ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 1 × 2x 2x. കണ്ടോ, നെഗറ്റീവ് 2x അഥവാ മൈനസ് 2x എന്തായിട്ട് മാറി? പ്ലസ് 2x ആയിട്ട് മാറി. അടുത്തത് 1 × 2y 2y മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. നോക്കൂ, 360യിൽ നിന്ന് 360 സബ്ട്രാക്ട് ചെയ്താൽ 0. ബാക്കി എന്താ കിട്ടിയത്? 2x പ്ലസ് 2y or 2x degree plus 2y degree. 2 is the common factor, so we can take outside 2 into x plus y. ആരാണ് x plus y? നമുക്ക് കിട്ടിയല്ലോ, ഈക്വൽ ടു ആംഗിൾ Q. ആരെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ആംഗിൾ AOB. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ Q എന്ന് എഴുതിയ തെറ്റാണ്. 2 into ആംഗിൾ Q. ഈ ഒരു തിയറം അല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെഷർമെന്റ് അല്ലേ? അപ്പൊ നോക്കൂ, നമ്മളിത് വരച്ചിട്ട് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഈ ആംഗിള് 160 ഡിഗ്രി ഉണ്ടെങ്കിൽ പറയൂ, ഇത് എത്ര ഉണ്ടാകും? 80 ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ടീച്ചർ പറയട്ടെ. ദ ആംഗിൾ
made by the arc APB on its alternate will be half of its central angle. ഇത്ര എളുപ്പമായിട്ട് ആ തിയറം മനസ്സിലായി എന്ന് നോക്കൂ. നമ്മൾ കോഡ് വെച്ച് പറയുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. ഒന്നുകൂടി പറയാം, ഇങ്ങനെ കൈ വെച്ച് നമ്മൾ പഠിച്ച എളുപ്പമുണ്ട്. The angle AQB, the angle made by the arc APB on its complement or on its alternate is or will be half of its central angle. തിരിച്ചു പറയാട്ടോ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ എന്തായിരിക്കും? ഡബിളും ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു തിയറം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് മറ്റൊരു തിയറം? ഇവിടെ മറ്റൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലോ, ARB എടുത്താലോ? നോക്കൂ, ഇതിൻ്റെ വ്യത്യസ്ത സാധ്യതകളായിരുന്നു അന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് വരകളും സെൻറ്ററിൻ്റെ പുറത്തേക്ക് പോയി. ഓർമ്മ ഉണ്ടാവുമല്ലോ, അന്ന് സെൻറ്ററിനെ നടുവിലാക്കി സെൻറ്ററിനെ പുറത്തേക്കാക്കിയിട്ടാണ് കാണിച്ചു തന്നിരുന്നത് ARB. ഈ ആംഗിളും ഇത് C ഡിഗ്രി ഉണ്ടെങ്കിൽ സിയുടെ പകുതിയല്ലേ Q ഉണ്ടാവുക. അപ്പോൾ ആംഗിൾ Q ഈക്വൽ ടു എന്താ ഉണ്ടാവുക? C/2 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആറും എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും? C/2 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പം എന്താ അതിൽ അടുത്തൊരു തിയറം നമുക്ക് പഠിക്കാനുള്ളത്? പറയും. ഇങ്ങനെ ഈ ഓൾട്ടർനേറ്റിൽ നിങ്ങൾ എത്ര ആംഗിളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ആംഗിളുകളൊക്കെ എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അഥവാ അവയെല്ലാം എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. അപ്പം നമുക്ക് അടുത്ത തിയറം എങ്ങനെ പറയാം? The angles made by an arc APB on its alternate will be same. Why? Because all of them will be half of the central angle of arc APB. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും അത് ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എങ്ങനെയാണ് ആ കോഡ് വെച്ചിട്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിനകത്തേക്ക് എത്ര എങ്ങനെയാണ് ഇതിനെ നമുക്ക് കോഡുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനലിൽ എടുത്ത രീതിയിലേക്ക് നമ്മൾ ഈ പഠിച്ച ആശയത്തിനെ നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്താം? തെളിവൊന്നും ടീച്ചർ പറയുന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സർക്കിള്, സെന്റർ O, ചിത്രം വരച്ച് പഠിക്കണം കേട്ടോ. അത് അല്ലാതെ വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മുകളിൽ AB, ആർക്ക് APB, ആർക്ക് AQB. ഈ ഒരു ചിത്രം എന്നും മനസ്സിൽ ഓർമ്മ ഉണ്ടായാൽ മതി. പരീക്ഷയ്ക്ക് സംശയം വരുമ്പോൾ നമ്മളെ ഇത് സഹായിക്കും. ആംഗിൾ AQB, അതുപോലെ ആംഗിൾ AOB. നോക്കൂ, ഈ AB എന്ന് പറഞ്ഞതിനെ യോജിപ്പിച്ചാൽ ഇതൊരു കോഡായി മാറിയില്ലേ? മാറിയോ? നമ്മൾ ആർക്കിൽ നിന്ന് ഇനി എന്തിലേക്ക് പോവുകയാണ്? കോഡിലേക്ക് പോവുകയാണ്. ഈ കോഡ് AB എന്ന് പറഞ്ഞ കോഡ് ഈ സർക്കിളിനെ രണ്ട് ഭാഗമാക്കി മാറ്റുന്നു. നമ്മളൊരു പപ്പടം മുറിക്കുന്നത് മാതിരി അല്ലേ? പപ്പടം കാച്ചാൻ വേണ്ടി നമ്മൾ പപ്പടത്തിനെ മുറിക്കാറില്ലേ? നേരെ നടുവ് കൂടെ മുറിക്കും, അല്ലാതെ മുറിക്കും. അപ്പൊ AB എന്ന് പറഞ്ഞ കോഡ് ഇതാ നോക്കൂ, ഒരു ഷെയ്ഡ് ചെയ്ത പാർട്ടായിട്ടും മാറ്റി, ഒരു ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടായിട്ടും മാറ്റി. ഇതിനെ നമ്മൾ പറയാ സെഗ്മെന്റ് എന്നതാണ്. എന്താ പറയാ? സെഗ്മെന്റ്. അപ്പോ സെഗ്മെന്റിന്റെ പേര് പറയുമ്പോൾ നോക്കിക്കോളൂ, സെഗ്മെന്റ് APBA. കണ്ടോ? ആർക്ക് APB ഇവിടെ കഴിഞ്ഞു അല്ലേ? പക്ഷെ സെഗ്മെന്റ് പറയുമ്പോഴോ നോക്കിക്കോളൂ, സെഗ്മെന്റ് APBA. ഈ ഏരിയയും കൂടി എന്തിൽ ഉൾപ്പെടും? സെഗ്മെന്റിൽ ഉൾപ്പെടും. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെയാ പറയാ? പറയും. സെഗ്മെന്റ് AQBA, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. അപ്പൊ നോക്കൂ, ഈ ആംഗിൾ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കട്ടെ. ഈ ആംഗിൾ വരയ്ക്കുമ്പോൾ ആംഗിൾ AQB കണ്ടോ? ഇത് നമ്മൾ നേരത്തെ കണ്ടു, ഇത് C ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും? പറയും, C/2 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഏത് ആംഗിൾ നമ്മൾ വരച്ചാലും അതിന്റെ മെഷർമെന്റ് എന്താ വരിക? C/2 ഡിഗ്രി ആയിരിക്കും വരിക എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇതും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും വരിക? C/2 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ ഇതിന്റെ ആംഗിൾ എത്ര വരിക? പറയും, C
C/2. ഇതും എത്ര വരുന്നു? ഇതിന് ഞാൻ R എന്ന് പേര് കൊടുത്താൽ ഇതും എന്ത് വരും? C/2. അപ്പൊ നോക്കൂ, ഈ പാർട്ടിലുള്ള എല്ലാ ആംഗിളുകളും ഈക്വൽ അല്ലേ? സമ്മതിച്ചു. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ പാർട്ടിലുള്ള ആംഗിൾ എത്ര വരുന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, ഞാനിത് അവിടെ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ APB ആണ്. നോക്കിക്കോളൂ, ഇത് C ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ആംഗിൾ എത്രയാണ് വരുന്നത്? C/2 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ഇതിന്റെ സെൻട്രൽ ആംഗിൾ ബാക്കിയുള്ളതിൽ അപ്പൊ നമുക്ക് ടീച്ചറോടെ മാറ്റി വരച്ചു തരാം, എല്ലാം പാടെ കൺഫ്യൂഷൻ ആവണ്ട. ആംഗിൾ AOB. ഈ ആംഗിൾ അല്ലേ C ഡിഗ്രി എന്ന് നമ്മൾ എടുത്തത്. അപ്പൊ ഇതിന്റെ ഈ ബാക്കിയുള്ള ആംഗിൾ എത്ര വരും? പറയൂ. 360 മൈനസ് C ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 360 മൈനസ് C ആണെങ്കിൽ അതിന്റെ പകുതിയല്ലേ ഈ ആംഗിൾ വരിക അല്ലെ? ഇതിന്റെ ഈ ഇവിടെ ബാധകമുള്ള നിയമം അപ്പുറത്തുള്ള ആർക്കിനും ഓൾട്ടർനേറ്റ് ആർക്കിനും ബാധകമാണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ ഹാഫാണ് അത് അപ്പുറത്തുണ്ടാക്കുന്ന ആംഗിളിന് ഉണ്ടായിരിക്കുക. അപ്പൊ നോക്കൂ, ഇത് C/2 ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ APB എന്ന് പറഞ്ഞതിന്റെ അളവ് എന്താണ് വരുന്നത്? 360 മൈനസ് C ഡിഗ്രിയുടെ പകുതി. എങ്ങനെ ഇതിന്റെ പകുതി കാണുക? പറയൂ. 360യുടെ പകുതി 180 മൈനസ് C നമുക്ക് അറിയില്ല, C അറിഞ്ഞാൽ നമുക്ക് അതിന്റെ പകുതി കാണാം. അപ്പൊ എത്ര കിട്ടും? 180 മൈനസ് C/2 ഡിഗ്രി. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് എത്ര കിട്ടി? 180 മൈനസ് C/2 ഡിഗ്രി. അപ്പൊ ഇത് C/2 ഉണ്ടെങ്കിൽ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് C/2 കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് 70 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ആംഗിൾ എത്ര ഉണ്ടാകും? പറയൂ. നിങ്ങൾക്ക് അറിയാം, 110 ഡിഗ്രി. ഇത് ഈ തരത്തിലുള്ള ആശയങ്ങളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. അപ്പൊ നോക്കൂ, കോഡിനെ ഈ ആർക്കുകളെ മാറ്റി കോഡുകളാക്കി മാറ്റുമ്പോൾ സർക്കിളുകൾ എന്തായിട്ട് മാറുന്നു? സെഗ്മെന്റുകളായിട്ട് മാറുന്നു. ആ സെഗ്മെന്റുകളിലുള്ള ആംഗിളുകളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് സെഗ്മെന്റുകളിലുള്ള ആംഗിളുകളുടെ സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 49 വലിയൊരു ആശയമായിട്ട് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഇത് നോട്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. 3 ഘട്ടങ്ങളായിട്ട് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ഘട്ടങ്ങളും എടുത്ത് പേടിച്ച് പിന്മാറണ്ട. ഈ ഒരു ആശയം നിങ്ങൾക്ക് ഉറച്ചാൽ നിങ്ങൾ ഈ ഒരു തിയറി നിങ്ങൾ പഠിക്കുക. അതിനുശേഷം അടുത്ത പേജിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ കൃത്യമായിട്ട് ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് all angles made by an arc on the alternate arc are equal. ടീച്ചർ പറഞ്ഞു a pair of angles on an arc and its alternate arc are supplementary. എന്താണ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കൂ, നമുക്കിതിനെ വീണ്ടും ആർക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ആർക്ക് എടുത്തു, ഒരു സർക്കിൾ എടുത്തു, അതിലത്തെ ഒരു ആർക്ക് APB. ഈ APB അതിന്റെ ഓൾട്ടർനേറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ AQB. അപ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്, AOB ആണ്. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് AQB എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഈ ആർക്ക് AQBയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് APB ആണ്. ഇതിലുണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ ആരുണ്ടാക്കുന്നതാണ്? ആർക്ക് AQB അതിന്റെ ഓൾട്ടർനേറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോ ഇത് x ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചത്? 180 മൈനസ് x ഡിഗ്രി. അഥവാ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ സമ്മും കൂടെ കൂട്ടിയാൽ സമ്മ എത്രയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. സം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? സപ്ലിമെന്ററി. അപ്പൊ എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾസ് ഓൺ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്ക് ഓൺ ഇറ്റ് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് വിൽ ബി സപ്ലിമെന്ററി. അത്രയും ആശയങ്ങളാണ് ടീച്ചർ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത്.
അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല പോലെ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് ടീച്ചർ പോകുന്നത്. അങ്ങനത്തെ 2 പ്രോബ്ലങ്ങളും കൂടെ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.